ഹലോ മച്ചാമാരെ, ഇന്നലെ എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഞാൻ ഈ ഒരു സ്റ്റോറേജ് റൂമിൻ്റെ ഇവിടെ ആയിരുന്നു നിർത്തിയത്. ഇന്നിതാ ഞാൻ ഈ സ്റ്റോറേജ് റൂം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഐറ്റംസ് ഒന്നും വെച്ച് തുടങ്ങിയില്ല, ഐറ്റംസൊക്കെ ഇനി തൊട്ട് വെച്ച് തുടങ്ങണം. അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളിലേക്കൊക്കെ നടക്കാം. എന്തായാലും ഇന്നത് വെച്ചോണ്ട് തുടങ്ങണോ? വെച്ചോണ്ട് തുടങ്ങാം. നിങ്ങൾക്ക് കാണുന്നത് തന്നെ ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് സേഫ് ആക്കിയിട്ടുണ്ട്. ഇന്നലത്തെ ആ വീഴ്ചയോടെ തന്നെ എനിക്ക് ഏകദേശം മതിയായി. ഇന്നലെ അത് എങ്ങനെയായിരുന്നു? അടിപൊളി. കുഴപ്പമില്ല, എൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ താഴെ പോകുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സംഭവം കാരണം. എനിക്ക് ഈ ചെസ്റ്റൊക്കെ ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റണം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ട്രീ ഫാം റെഡിയാക്കാനാണ് ട്രീ ഫാം റെഡിയാക്കാനാണ് വിചാരിക്കുന്നത്. ബേസിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാൻ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാനൊന്നും കൂടി ആലോചിച്ച് ബേസ് ഇനിയും ഉണ്ടാക്കാമല്ലോ. ബേസ് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും മരം വേണമെങ്കിൽ ഒരു ട്രീ ഫാം വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ട്രീ ഫാം റെഡിയാക്കാൻ വെച്ചു. പക്ഷേ ട്രീ ഫാം റെഡിയാക്കണമെങ്കിൽ ആദ്യം ഈ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി അങ്ങോട്ടോ എവിടേക്കെങ്കിലും മാറണം. മഴ വന്നിട്ടുണ്ട്. തണ്ടർ സ്റ്റോം ആണോ? അല്ല, സാധാ മഴ. ഇത് സ്കിപ്പ് ചെയ്യാൻ ഒരു വഴിയില്ല. കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവിടുന്ന് ഒരു ക്രീപ്പർ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുള്ളതുകൊണ്ട് ഞാൻ സർവൈവ് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിത് വെച്ചത് ഇവിടെ പൊട്ടിപ്പോയിരുന്നു, ഞാൻ കണ്ടില്ല. അത് നേരെ നോടി അതിൻ്റെ അകത്തോട്ട് വീണു. എൻ്റെ അയണിൻ്റെ പിക്കേക്സ് അതിൻ്റെ ഒപ്പം പോയി കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഈ പിക്കാക്സ് കൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ അയണിൻ്റെ പിക്കാക്സ് പോയ സ്ഥിതിക്ക് പാക്സും പോയി, പിക്കാക്സും പോയി, രണ്ടും പോയി. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇന്ന് ഈയിടെ ഒന്ന് റെഡിയാക്കണം. ആദ്യം ഞാനതൊന്ന് റെഡിയാക്കാം. എനിക്കതിന് കുറച്ചും കൂടി ഈ പശുവിനെ ഒന്ന് കൊല്ലണമായിരുന്നു. അവന്മാരെ ഒന്ന് കൊന്നിട്ട് ലെതർ ഒപ്പിക്കണം. ലെതർ ഒപ്പിച്ചിട്ട് വേണം ഐറ്റം ഫ്രെയിം ഒന്ന് റെഡിയാക്കാൻ. ഐറ്റം ഫ്രെയിം റെഡിയാക്കിയാൽ ഇവിടുത്തെ പണിയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ വേഗം തന്നെ. ഇന്നത്തെ വലിയ നല്ല ദിവസം തോന്നില്ല. ഈ മഴ എനിക്ക് ചെറിയൊരു പണി വരും. കാരണം ഈ മഴ വരുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇതൊന്ന് പോയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായേനെ. എന്തായാലും നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഇവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ട്രീ ഫാം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പ്രതീക്ഷയുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല. ഇവിടെ ഒരു ടോർച്ച് വേണ്ടി വരുമോ? വേണ്ടല്ലേ. ഓക്കെ, ഇനി ഈ ഇടം മൊത്തം പൊളിച്ച് മാറ്റണം. തൽക്കാലം ഈ ട്രാപ്പ് ഡോർ കയ്യിലേക്ക് ഇട്ടേക്കാം. ഞാനിന്ന് ട്രീ ഫാം ഉണ്ടാക്കാൻ കാരണം ഈ ഇരിക്കുന്ന ചെസ്റ്റ് മൊത്തം റെഡിയാക്കാൻ എനിക്ക് അത്യാവശ്യം കുറച്ച് ടൈം എടുത്തു. ഞാൻ എൻ്റെ മുമ്പത്തെ ബോൺ ബ്ലോക്കോ ആ സാധനം ഉണ്ടായിരുന്നില്ലേ ഇവിടെ നിന്ന്, ആ സാധനം എടുത്ത് ഞാൻ ബോണാക്കി, ആ ബോൺ എടുത്ത് ബോൺ മീലാക്കി. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു മരം വളർത്തിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒപ്പിച്ച്. അത് കുറച്ച് നേരം എടുത്തു എന്തായാലും. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് റെഡിയാക്കാൻ വന്നത്. രാത്രി അവസാനം ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും എനിക്ക്. സമാധാനം. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഈ മഴ പോട്ടെ. പോയി. ഇനി ഈ ഇടം ഒന്ന് പൊളിച്ച് മാറ്റാം. ഇത് പൊളിച്ച് മാറ്റിയിട്ട് നമ്മൾ എന്തായാലും ഒന്നുകൂടി റീബിൽഡ് ചെയ്യണം. അതങ്ങോട്ട് റീബിൽഡ് ചെയ്യാം. ഇത് കൈ കൊണ്ട് പിടിച്ച് പൊട്ടിക്കാം. ഒരു കാര്യം മറന്നോ? അയ്യോ, ഇത് പൊളിച്ച് വരുന്നത് ശരി. എനിക്കിനി കുറച്ചുകൂടി കോബിൾ സ്റ്റോൺ വേണമായിരുന്നു. ഓക്കെ, അതുകൂടി റെഡിയാക്കിയിട്ട് നമുക്കിത് പൊളിച്ച് മാറ്റുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചും കൂടി ആ കോബിൾ സ്റ്റോൺ ഒന്ന് എടുത്തിട്ട് നമുക്കിനി ബാക്കി പണിയിലോട്ട് കിടക്കാം. അമ്മേ, ഇപ്പോൾ പോയനെ.
ഓക്കെ എന്തായാലും ഇത്ര കോബിൾ സ്റ്റോൺ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ച് വരുന്നില്ല. ഞാൻ ഇപ്പോൾ ഓർത്തത് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങാനും നമുക്ക് കുറച്ചും കൂടി കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ടെങ്കിൽ വെറുതെ എന്തിനാ ഇരിക്കട്ടെ. അത് ഇവിടെ ഇരുന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഉണ്ട്, എന്നാൽ ഇപ്പോഴത്തേക്കില്ല. അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി ആ സ്ലാബ് എടുത്തിട്ട് വന്നായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ആ സ്ലാബ് ഇത് മൊത്തം സ്ലാബാക്കിയേക്കാം. അത് മതി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അവിടെ നിന്ന് ആ ഏരിയയ്ക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഇട്ട് റെഡിയാക്കാം. എന്തായാലും ഒരു 12x12 ഏരിയയിൽ നമുക്കൊരു ഇടം റെഡിയാക്കണം. അപ്പോൾ 12x12 ഏരിയ അല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ട് വയ്ക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി ഇതേപോലെ അങ്ങോട്ടും 1 2 3 4 5 6 7 8 9 10 11 12. ഇതിനെ അങ്ങോട്ട് കൂടി ആക്കാം. 1 10 11 12. ഓക്കെ, ഇനി ഈ ഒരു ഏരിയ നമുക്കൊന്ന് കവർ ചെയ്യാം. ഇതിനിങ്ങനെ തന്നെ ഇത് മൊത്തം ഒന്ന് മൂടണം. ഓക്കെ, എന്തായാലും ഈ ഒരു ഏരിയ ഞാൻ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് കൂടി ഒന്ന് കൂട്ടണം. വെറുതെ കൂട്ടിയേക്കാം. വെറുതെ എന്തിനാ ബ്ലോക്കൊക്കെ കളയണേ? അതുകൊണ്ട് കൂട്ടിയേക്കാം. കുറച്ചും കൂടി സ്ലാബ് വേണ്ടി വരും തോന്നുന്നുണ്ട്. അയ്യോ, ഒരു കാര്യം ആദ്യം ചെയ്യണം, ഞാൻ മറന്നുപോയത്. ഇവിടെ ഒരു ടോർച്ച് വെക്കണം, അല്ലെങ്കിൽ ഉള്ള മോബൊക്കെ കൂടി ഇവിടെ സ്പോണാവും. തൽക്കാലം കോളില്ലേ? ടോർച്ച് ഉണ്ട്, അത് മതി. വേഗം പോയി അവിടെ നിന്ന് വെച്ചാൽ അവിടെ വേറൊരു മോബ് സ്പോണാവില്ല. ഓക്കെ, ഇപ്പോൾ സേഫായി. ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടി വെക്കണം. ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ഇനിയും കുറച്ചുകൂടി അവിടെ നിന്ന് മൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ കുറച്ച് ഫുട്ബോൾ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ വീണ്ടും ബ്ലോക്ക് വയ്ക്കാൻ തുടങ്ങാം. ഇതുപടിയും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ബ്ലോക്ക് കൂടി വേണം. അതെന്തിനാന്നുള്ള കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അത് മതിയാവും. ഇനി പോയിട്ട് ഇവിടെ വരിക, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കുക, ഈ ഡേർട്ട് മൊത്തം എടുക്കുക, നേരെ ഇങ്ങോട്ട് വരിക. ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് കണ്ടുപിടിക്കണം. അതായത് ഇങ്ങോട്ട് 6 ബ്ലോക്ക്. 1 2 3 4 5 6 ഇവിടെ. കറക്റ്റ് തന്നെ.
1 2 3 4 5 6 ഇവിടെ. ഇതായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ബ്ലോക്ക്. ഓ, ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ല, കറക്റ്റല്ലേ? കറക്റ്റാണോ? ഒന്ന് 2 3 4 5 1 2 3 4 5 6. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് കുറയും, അത് കുഴപ്പമില്ല. 1 2 3 4 5 അവിടേക്ക് 5 അപ്പോൾ 1 2 3 4 5. അല്ല, കറക്റ്റ് 1 2 3 4 5 1 2 3 4. കറക്റ്റാ. ഓക്കെ, തെറ്റിയില്ല. ഞാൻ തെറ്റിന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, കറക്റ്റാണ്. ഇനി ഇങ്ങോട്ട് വന്ന് നേരെ ഇതിൻ്റെ അകത്ത് നീക്കി ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കുക. ഇതെടുക്കുക. ഇതിൻ്റെ അകത്തല്ല, സോറി. ഇങ്ങോട്ട് വരിക. ഈ ചെസ്റ്റ് ഒന്ന് തുറക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 4 സാപ്ലിങ് എടുക്കുക. ഈ ബോൺ മീൽ എടുക്കുക. നേരെ ഇങ്ങോട്ട് വരിക. നമുക്കിപ്പോൾ അറിയാം ഗൈസ് അത് വർക്കാവോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ഇനി ഇങ്ങനെ ഞെക്കി കൊടുക്കും. ഓക്കെ, വർക്കായിട്ടുണ്ട് ഗൈസ് നമ്മുടെ ട്രീ ഫാം. ഇതിങ്ങനെ കണ്ടോ കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഇല പോലും നമുക്ക് നേരെ പോയില്ല. അതായത് ഈ ഒരു ഇലയ്ക്കകത്ത് ചിലപ്പോൾ ഈ സ്പ്രൂസിൻ്റെ സാപ്ലിംഗ് ഉണ്ടെങ്കിൽ അത് നേരെ ഇവിടെ വന്ന് കിടന്നോളും. അല്ലാതെ നമുക്ക് ഒരു സാപ്ലിംഗ് പോലും ഇനി പുറത്തോട്ട് പോകത്തില്ല. ഓക്കെ, വർക്കായി. ഇനി നമുക്കിതിൻ്റെ പണിയിലേക്ക് കിടക്കാം. ഇതിനി എവിടേക്ക് ഇപ്പോൾ വയ്ക്കിയത്? അതൊന്നും കൂടി അല്ല, വേണ്ട. അവിടേക്ക് വെച്ചൊരു രസം ഉണ്ടാവില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്കത് ഇവിടേക്ക് വയ്ക്കാം. ഓക്കെ, അവിടേക്ക് തന്നെ ഉറപ്പിച്ചു. അവിടേക്ക് വെക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഈ കോബിൾ സ്റ്റോൺ ഒന്ന് മൈൻ ചെയ്തെടുത്തിരുന്നെങ്കിൽ എൻ്റെ പണി തരുന്നതിനെ. എന്തായാലും നമുക്കിനി കുറേ പണിയുണ്ട്. പക്ഷേ ബെഡ് റോക്കിൽ എനിക്ക് ഒരൊറ്റ കാര്യത്തിലേ സങ്കടമുള്ളൂ, ആ മോബ് ഫാമിൻ്റെ കാര്യത്തിൽ മാത്രം. കാരണം നമുക്ക് മോബ് ഫാം ബെഡ് റോക്കിൽ മര്യാദയ്ക്ക് വർക്കാവില്ല. ഞാനത് കുറേ നോക്കി. അവസാനം ഇപ്പം എൻ്റെ മൈൻഡിലൊരു ബുദ്ധി വന്നിട്ടുണ്ട്, വർക്കാവുമായിരിക്കും. കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ആഡോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ആ ജാവേൻ്റെ മോബ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എനിക്കിതിൻ്റെ അകത്ത്, അതായത് ബെഡ് റോക്കിൻ്റെ അകത്ത് എത്ര വേണമെങ്കിലും മോബിനെ സ്പോണാക്കാൻ പറ്റും. അതായത് ജാവയ്ക്കകത്ത് നിങ്ങൾ മോബ് ഫാം വർക്കാവുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, അതേപോലെ തന്നെ എനിക്ക് വർക്കാക്കാൻ കഴിയും. പക്ഷേ ആഡ് ഓൺ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. നോക്കിയേക്കാം, കിട്ടുമായിരിക്കും എവിടെ നിന്നേലും. എന്തായാലും നമുക്ക് ഇവിടുത്തെ പണി ഇപ്പോൾ തീർക്കാം. ഇന്നത്തോടെ തീർക്കണം എനിക്ക്, അല്ലെങ്കിൽ പണിയാവും. പിന്നെ ഞാൻ വെച്ചുകൊണ്ടിരുന്ന എനിക്കിതൊക്കെ പിന്നെ പൊളിച്ചു വരേണ്ടി വന്നാൽ വേണ്ട. ഇപ്പം തന്നെ ഇതെല്ലാം പൊളിച്ചങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അത് മതിയാവും, സ്ലാബ് ആക്കാം. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഫാം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് വലുപ്പമാക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണണ്ടാവും ഇതിലിങ്ങനെ മോബ്സ് ഇങ്ങനെ തിക്കി തിരക്കി കിടക്കാനാ. അത് നമുക്ക് വേണ്ട. ഇതിനകത്ത് വീണ്ടും 2 പശുവും കൂടി വന്നു. അതെങ്ങനെ? എങ്ങനെ ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി വലുതാക്കണം. കാരണം ഇതിൻ്റെ അകത്ത് കണ്ടേ ഇവർ എല്ലാവരും ഇപ്പോൾ തിക്കി തിരക്കി നിൽക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഓരോ മോബിനെയും ഓരോരോ എടുത്ത് പിടിച്ചിടണം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്തായാലും അതിൻ്റെ പണിയായിരിക്കും ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കൂടി പണി ചെയ്തേക്കാം. പിന്നെ ഈ ബ്ലോക്കൊക്കെ ഇനി തൊട്ട് പൊട്ടിച്ചു തുടങ്ങണം. വീണ്ടും ആ ക്രീപ്പറങ്ങാനം വന്ന് പൊട്ടിയാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. കുഴപ്പമില്ല, അതൊരു കുഴപ്പമില്ല. രാവിലെ പറയാമോ?
എന്തായാലും ഈ ബക്കറ്റ് കൂടി എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിക്കുക, ഇതെടുക്കുക, ഇത് പൊട്ടിക്കുക, ഇതെടുക്കുക. നമ്മൾ ചെയ്യാൻ വന്ന കാര്യം മറന്നു. നേരെ ഇങ്ങോട്ട് വരിക, ക്രാഫ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് തിരുത്താൻ നോക്കാം. തിരുത്താൻ നോക്കാം. ഇത് പൊട്ടിക്കുക. ഇനി ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് ഈ ബ്ലോക്ക് മൊത്തം പൊളിച്ച് വരണം. അതൊരു കുറച്ച് ടൈം എടുക്കും. ഇതൊക്കെ ഒന്ന് ഇനി പൊളിച്ച് മാറ്റണം. ആ ഒരു ബ്ലോക്ക് വേടി പോയി, അത് കുഴപ്പമില്ല. ഈ ഒരു ബ്ലോക്ക് കൂടി പൊളിച്ച് മാറ്റുക. അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതും കൂടി പൊളിച്ച് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ കുറച്ച് വൃത്തിയായി. ഇനി ഈ ബ്ലോക്ക് വയ്ക്കുക, ഇതിങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഒരൈഡിയ, ഇത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇത് ഇവിടെ വെച്ച് ഇതിങ്ങനെ വെക്കണം. ഇവിടെ പക്ഷെ മോബൊക്കെ സ്പോണാവും, എന്നാലും കുഴപ്പമില്ല. സേഫ്റ്റി മുഖ്യം. അല്ല, മോബ് സ്പോണായാലും കുഴപ്പമില്ല. പാസി മോബ് പിന്നെ വണ്ടേ സ്പോൺ ആവില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടേക്കൊന്ന് റെഡിയാക്കാം. ഈ ഇടം മൊത്തം ഒന്ന് എനിക്ക് കവർ ചെയ്തെടുക്കാനാണ്. എന്തായാലും എൻ്റെ കോബിൾ സ്റ്റോൺ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഓവറായിട്ട് കോബിൾ സ്റ്റോൺ യൂസ് ചെയ്യേണ്ട. ഇത് തന്നെ നമുക്ക് വെച്ച് ആദ്യം ഇതൊന്ന് റെഡിയാക്കാം. എന്തായിരുന്നു? അടിപൊളി കോബിൾ സ്റ്റോൺ ജനറേറ്റർ. അത് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. വീണ്ടും എത്ര ബ്ലോക്ക് വരുന്നത്? ഇത്രയും തോന്നിട്ടില്ലേ? ഇവിടെ വെള്ളം വെക്കണം. ഇവിടെ ഒരു ഓട്ട. ഇവിടെയാണ് നമ്മുടെ കോബിൾ സ്റ്റോൺ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വേണം. ഇവിടെയാണ് നമ്മൾ ലാവ വയ്ക്കാൻ വേണം. അപ്പോൾ കറക്റ്റായി. ഇനി ഇത് മൊത്തം അങ്ങ് മൂടിയാൽ മതി. എന്നെയാണല്ലോ അല്ലേ? ഇതിവിടെ എന്നിട്ട് ഇതിങ്ങനെ മൂടുക. അവിടെ അതും മൂടുക. ഇനിയാണ് നമ്മുടെ റിസ്ക് ടൈം. ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് ഇറങ്ങണം. എങ്ങാനും ഞാൻ താഴെ പോയാൽ ലാവ ബക്കറ്റ് കൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. അയ്യോ പോലെ ഇപ്പോൾ പോയനെ. ഇതിവിടെ വെച്ചാൽ ഓക്കെ കഴിഞ്ഞു. അവിടുത്തെ പണി കഴിഞ്ഞു. ഇനി ഇവിടെയായിരിക്കും നമ്മുടെ കോബിൾ സ്റ്റോൺ വരാൻ പോണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അടുത്ത്. ഇതിന് പൊട്ടിച്ച് മാറ്റണല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ടൊരു പിക്കാക്സ് റെഡിയാക്കാം. ഒരു പിക്കാക്സ് എടുത്ത് തിരിച്ചു വരാം. അതേപോലെ ഈ വഴി നീ സാധനം ഒന്ന് മാറ്റം വേണം. മുമ്പത്തെ പോലെ ഞാൻ താഴെ പോയാൽ അടിപൊളിയായിട്ടുണ്ടാവും. എവിടെയും കൂടി മുഴുവനായിരുന്നു. ഇതൊന്ന് പൊളിച്ച് മാറ്റുക. ഇതൊന്ന് പൊട്ടിച്ച് മാറ്റുക. അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ഈ സൈഡിലോട്ട് വരിക. ഇതും പൊട്ടിച്ച് മാറ്റുക. എന്നിട്ട് ട്രാപ്പ് ഡോറൊക്കെ വെക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ്. അവിടെ അല്ല, ഇവിടെ ആയിരുന്നു. ഓക്കെ, വർക്കൗണ്ട് മതി. നമുക്കതറിഞ്ഞാൽ മതി. ഈ ബ്ലോക്ക് ഒന്ന് പൊളിച്ചെടുക്കാം. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോബ് ഫാം ഒന്ന് റെഡിയാക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇവിടെ മോബ് സ്പോണർ, അതായത് ബെഡ് റോക്കിൽ മോബ് സ്പോൺ ആവുന്നതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അത്രേ ഉള്ളൂ.
ഇനി ഇവിടേക്കൊരു ബ്ലോക്ക് വയ്ക്കണം. കഴിഞ്ഞു അല്ലേ? ഇതിൻ്റെ മണ്ട ഒരു ബ്ലോക്ക് വെറുതെ രസം നിന്നോട്ടെ. അത് മതിയാവും. ഇനി ഒന്ന് വർക്ക് ആവുണ്ടെന്ന് കൂടി നോക്കിയാൽ എനിക്ക് പോവായിരുന്നു. ഇവിടെ നിൽക്കുക. ഓക്കെ, മതി. വർക്കൗണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത്രയൊക്കെ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഒരു ഐഡിയ കൂടി ചെയ്യാം. നമുക്ക് ഈ ഒരു കൈവരിയും കൂടി ഒന്ന് റെഡിയാക്കാം. എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ അവിടെ ഇരിക്കുന്ന ഫാം ഉണ്ടോ, ആ ഫാം നമുക്കൊന്നും കൂടി വലുതാക്കണം. എന്നിട്ട് ഓരോ മോബിനും ഓരോരോ ഫെൻസ് വെച്ച് ഒരു ഇടം വെച്ച് നമുക്ക് കൊടുക്കണം. അല്ലാതെ ഇവന്മാരെല്ലാം കൂടി കൂട്ടിയിരിക്കുമ്പോൾ നമുക്ക് ഏത് മോബിന് ആവശ്യം, ഏതാ വേണ്ടത് എന്നൊന്നും മനസ്സിലാവില്ല. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ആ പരിപാടി നമുക്ക് റെഡിയാക്കാം. ഈ എപ്പിസോഡിൽ തൽക്കാലം ഈ ഒരു കൈവരിയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. പിന്നെ അടുത്ത എപ്പിസോഡിൽ മാക്സിമം എനിക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സും കൂടി ഒന്ന് റെഡിയാക്കാൻ നോക്കണം. കാരണം അതും കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ട്രീ ഫാം മൊത്തത്തിലൊന്ന് വർക്കിംഗ് ആവുള്ളൂ. കാരണം പിന്നെ കുറച്ച് അയണം വേണം. അതായത് ഇവിടെ നിന്നൊരു വെള്ളം ഒഴിച്ചുകൊണ്ടിടണം. അത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എങ്ങനെ ചുറ്റിലും ആ ഹോപ്പർ വയ്ക്കണം. ആ ഹോപ്പറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഈ ഇലയിൽ പൊട്ടിച്ചിട്ട് എന്താണ് വീഴുന്നത് അത് അതിൻ്റെ അകത്ത് വീഴണം. എന്നിട്ട് ആ ഹോപ്പർ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ചെസ്റ്റ് വയ്ക്കണം. ആ ചെസ്റ്റിൻ്റെ അകത്ത് എല്ലാം വന്ന് വീഴണം. എങ്കിലേ ഇതൊരു സക്സസ് ആവുള്ളൂ. അതിനു വേണ്ടിയാണ് എനിക്ക് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് വേണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ സ്ലാബ് ഒന്ന് റെഡിയാക്കാം. പിന്നെ നാളെ നമുക്ക് എവിടുന്നേലും കുറച്ച് ഫുഡ് ഒപ്പിക്കാനുള്ള വഴി നോക്കണം. കാരണം ഞാനിപ്പോൾ ആ പാടെ ഈ ഒരു പോർക്കിലാണ് പിടിച്ചു നിൽക്കുന്നത്. വേറെ ഫുഡൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നാളെ ആ മോബിൻ്റെ കാര്യം റെഡിയാക്കുന്നതിൻ്റെ ഒപ്പം എനിക്ക് ഒരു മോബിനെ ഫാം ചെയ്യാനുള്ള ഇടം കൂടി ആവശ്യമുണ്ട്. ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇവിടെ ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ സൈഡിൽ ആക്കുക. പിന്നെ ഇങ്ങനെ കൊണ്ടുവരിക. അത് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാം കൈവരി. ഓക്കെ, കഴിയും. ഇനിയിപ്പോൾ നമ്മൾ താഴെ പോകുന്നുള്ള ഒരു പേടി വേണ്ട. ഇവിടെ ഇങ്ങനെ കൂടി വെച്ചേക്കാം അല്ലേ, സേഫ് ആക്കാനൊന്ന്. ഓക്കെ, ഇപ്പം റെഡി. ഇപ്പം സേഫായി. ഇനി എന്ത് കാണിച്ചാലും ഞാൻ അപ്പുറത്തെ താഴേക്ക് പോകില്ല. ഓക്കെ, ഇത് മതി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത്ര റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാനിന്ന് റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ.